സിറാജ് ലൈവിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സും +2 കഴിഞ്ഞു. ഇനി എന്ന് ചോദിക്കുന്നവർക്കിടയിലേക്കാണ് സിറാജ് എജുവേ എന്ന് പറയുന്ന ഒരു കരിയർ ക്ലിനിക്കുമായി മലപ്പുറത്തേക്ക് വരുന്നത്. മലപ്പുറത്തെ റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ കരിയർ ക്ലിനിക്ക് സിറാജിൻ്റെ എജുവേ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴുള്ളത് സിറാജിൻ്റെ സ്റ്റാളുകളിലാണ്. ഈ എജുവേയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ സംസാരിക്കുന്ന ഗസ്റ്റുകൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കർമാർ, ജോസഫ് അന്നക്കുട്ടി ജോസിനെ പോലെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഗംഭീരമായ സെഷനുകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന വലിയ തോതിലുള്ള ഒരു ജനാവലിയാണ് ഞങ്ങൾ ഈ സ്റ്റാളുകളിലും സെഷനുകളിലും എല്ലാം തന്നെ കണ്ടത്. വലിയ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വലിയ ഒഴുക്ക് തന്നെ ഈ സ്റ്റാളുകളിലേക്ക് ഉണ്ടായി എന്നതാണ്. അപ്പം റോസ് ലോഞ്ച് ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ സദസ്സിന് മുന്നിലാണ് സെഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ കരിയർ ക്ലിനിക്കിലേക്കാണ് എത്തിയത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ പിറകിൽ തന്നെ നിങ്ങൾക്ക് കാണാം ധാരാളം കുട്ടികൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ 45 സ്റ്റാളുകളാണുള്ളത്. അത് വിവിധങ്ങളായ ഏജൻസികളുടെ സ്റ്റാളുകൾ, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന, വിദ്യാഭ്യാസ മേഖലയിലുള്ള നിരവധിയായ ആളുകൾ പങ്കെടുക്കുന്ന, നിരവധിയായ പ്രഗത്ഭ സ്ഥാപനങ്ങൾ നയിക്കുന്ന സ്റ്റാളുകളാണ്. ആ സ്റ്റാളുകളിലെല്ലാം വിദ്യാർത്ഥികളുടെ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ധാരാളം സ്റ്റാളുകളുണ്ട്. ഇപ്പം നമുക്ക് ഓരോ സ്റ്റാളുകളിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ പോവാം. ഇവിടെ എന്തിനെ കുറിച്ചുള്ള സ്റ്റാളാണിത്? നമ്മളിവിടെ സിൻസ് അക്കാഡമിയാണ്. ഇവിടെ 3 മന്ത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വരുന്നുണ്ട്, പിന്നെ അക്കൗണ്ടിങ് കോഴ്സ് വരുന്നുണ്ട്, മോണ്ടിസോറി TTC കോഴ്സും വരുന്നുണ്ട്. 3 മന്ത് ആണ് ഡ്യൂറേഷൻ വരുന്നത്. MTTC അക്കൗണ്ടിങ് കോഴ്സ് നമുക്ക് വരുന്നത് 3 മന്ത് കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് 3 മന്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 4th മന്ത് തൊട്ട് തന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ധാരാളം കുട്ടികളൊക്കെ വരുന്നുണ്ടോ സ്റ്റാളിലേക്ക്? കോളേജിലേക്ക് നല്ല അഡ്മിഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഓരോ സ്റ്റാളുകളിലേക്കും കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും ഈ എജുവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണിത്, കരിയർ ക്ലിനിക്. അതായത് കുട്ടികൾക്ക് അവരുടെ കരിയർ സംബന്ധമായ സംശയങ്ങൾ ചോദിക്കാനും അവർക്ക് അവരുടെ സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തി ഇഷ്ടമുള്ള കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കരിയറിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് 1 to way എന്ന രീതിയിൽ അവർക്ക് ഓരോരുത്തർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനുള്ള വെഫിയുടെ പ്രഗത്ഭരായ 25ഓളം കരിയർ വിദഗ്ധരാണ് ഇവിടെ ഈ ക്ലിനിക്കിന് നേതൃത്വം നൽകുന്നത്. ഇത് ഒരു പ്രത്യേകത, പെൺകുട്ടികൾക്ക് മറ്റൊരു കരിയർ ക്ലിനിക്കും ആൺകുട്ടികൾക്ക് ഒരു കരിയർ ക്ലിനിക്കും, അങ്ങനെ 2 കരിയർ ക്ലിനിക്കുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ അപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓരോ കുട്ടികൾ ധാരാളമായിട്ട് ഈ ക്ലിനിക്കുകളിലേക്ക് വരുന്നു, അവരുടെ കരിയർ സംശയങ്ങൾ ചോദിക്കുന്നു. ഇവിടെ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മുന്നിൽ എപ്പോഴുമുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഏത് കരിയറിൽ സെറ്റ് ചെയ്യണമെന്നിടത്താണ്. ചിലർക്ക് പല ആഗ്രഹങ്ങളുണ്ടാകും, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. എന്തായിരിക്കണം ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഈ ഡോക്ടർ ആവണോ, എൻജിനീയർ ആവണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നൂതനമായ മേഖലകളിലേക്ക് പോകണോ? ഇങ്ങനെയൊക്കെ കുറേ സംശയങ്ങളുണ്ടാകും. അവർക്കൊക്കെ കൃത്യമായ ഉത്തരമാണ് ഈ കരിയർ ക്ലിനിക്കുകളിലൂടെ വിദഗ്ധരായ കരിയർ കോച്ചുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ നമ്മുടെ എജുവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയമായ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് മറ്റു സ്റ്റാളുകളിലൊക്കെ എന്താണ് വിശേഷം എന്ന് കൂടി നോക്കിയിട്ട് വരാം. അപ്പോൾ രാവിലെ നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിച്ചത് മുതൽ തന്നെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വലിയ ഒഴുക്കാണ് ഇവിടേക്ക്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ സെഷനുകളിൽ പങ്കെടുക്കാൻ, ഈ കരിയർ ക്ലിനിക്കുകളൊക്കെ പങ്കെടുക്കാൻ വന്ന ധാരാളം കുട്ടികളുണ്ട്. മോനെ, എങ്ങനെ ഉണ്ടായിരുന്നു കരിയർ ക്ലാസ്സുകളും സിറാജിൻ്റെ എജുവേ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ല ക്ലാസ്സായിരുന്നു. കുറേ ഉപകാരപ്രദമായ കാര്യങ്ങൾ അറിയാൻ പറ്റി. നല്ല മോട്ടിവേഷൻ സ്പീക്കൊക്കെ ആയിരുന്നു. കുറേ മോട്ടിവേഷൻ ആളുകൾ കരിയർ ക്ലിനിക്കിലൊക്കെ പോയോ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എജുവേ? അടിപൊളിയായിരുന്നു. നല്ല നല്ല ആളുകളും ഒക്കെ കാണാൻ പറ്റി. പിന്നെ എന്താ, ഒരുപാട് നമുക്ക് ഇനി മുമ്പോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിനുള്ള ഒരു സോഴ്സ് ഇതുവഴി ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ കരിയർ ആഗ്രഹിച്ചു വരുന്ന, ഒരു കരിയറിൽ ഒരു ഉന്നതി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു വരുന്ന കുട്ടികൾക്ക് ആവശ്യമായ എല്ലാം ഇവിടെ കൊടുക്കുന്നു. ഇത് നമ്മുടെ ഇമ്രാൻ ഇതിൻ്റെ സ്റ്റാളാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പ്രതികരണം? കുട്ടികളൊക്കെ വരുന്നുണ്ടോ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് കണ്ണാശുപത്രിയിലെ അതുമായി ബന്ധപ്പെട്ട സ്റ്റാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഐ ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ നടക്കുന്ന ഒപ്റ്റോമെട്രി കോളേജിൻ്റെ സ്റ്റാളാണ്. ആക്ച്വലി ഒപ്റ്റോമെട്രിയിൽ ഒരുപാട് സാധ്യതയാണ് നമുക്ക് ഉള്ളത്. പ്രത്യേകിച്ച് വിദേശത്തും GCCയിലൊക്കെ ആയിട്ട് നല്ല സാധ്യതകളുള്ള കോഴ്സാണ്. ഇതിൻ്റെ ഡിഗ്രിയും ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഒരുപാട് കുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. കടന്നു വന്നവരൊക്കെ നന്നായിട്ട് സെറ്റിൽഡാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കൗണ്ടറിൽ നന്നായിട്ട് എൻക്വയറി വന്ന് കുട്ടികൾ വന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ട്. വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു പ്രോഗ്രാം. മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിച്ചിലെ ക്രൗഡ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ക്രൗഡാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് കണ്ടിട്ടുള്ളത്.
അപ്പോൾ അതാണ്, അപ്പം സ്റ്റാളുകളിലുള്ള ആളുകളും കുട്ടികളും ഒക്കെ പറയുന്നത് തന്നെയാണ്. സിറാജിൻ്റെ എജുവേ അത് ഗംഭീരമായ വിജയമായി മാറിയിരിക്കുകയാണ്. വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുള്ള ലെനോ ക്യാമ്പിൻ്റെ സ്റ്റാളിലാണ്. എന്താണ് ഈ സ്റ്റാളിൻ്റെ പ്രത്യേകത? സർ, ഇതൊരു സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതായത് ബേസിക്കലി ഒരു ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് ലെവലിലോട്ട് പോകുന്ന സ്റ്റുഡൻസിന് ആപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. 3 മാസത്തെ കോഴ്സാണ് വരുന്നത്. നമ്മൾ കൂടുതൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ്. +2 ബേസ് ചെയ്ത ഏതൊരു സ്റ്റുഡൻസിനും ഇതിനകത്ത് ജോയിൻ ചെയ്യാം. മഞ്ചേരി ബേസ് ചെയ്തിട്ടാണ് കോഴ്സ് നടത്തുന്നത്. 1.5 മാസം തിയറി ക്ലാസ്സും അതിനുശേഷം 1.5 മാസം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങുമാണ്. പ്ലേസ്മെൻറ്റും നമ്മൾ തന്നെ അഷ്യൂർഡാണ്. അതുപോലെ ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് ആയ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള ഒരുപാട് സാധ്യതകളേറിയ ഒരു മേഖല കൂടിയാണ്. കേരളത്തിൽ ഇത് അത്ര വൈഡായിട്ട് വരാത്തതിൻ്റെ റീസൺ അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഇൻഡസ്ട്രീസ് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബേസിക്കലി ഒരു ഡിപ്ലോമയിലൊക്കെ ഇപ്പോൾ ഇത് സബ്ജക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കൂടുതൽ കുട്ടികൾ ആ മേഖലയിലേക്ക് ഇപ്പോൾ കടന്നു വന്നും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതപ്പോൾ സാങ്കേതിക രംഗത്തുള്ളതായാലും ജോലി സംബന്ധമായാൽ പോലും പല രീതിയിലുള്ള ക്യാമ്പുകൾ, പല രീതിയിലുള്ള കരിയർ ബൂത്തുകൾ ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് HTIയുടെ സ്റ്റാളിലാണ്. എന്താണ് ഇവിടുത്തെ വിശേഷം എന്ന് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ സ്റ്റാളിലുള്ള എന്തൊക്കെയാണ്? നമ്മൾ ബേസിക്കലി ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അതിൻ്റെ അണ്ടറിൽ തന്നെ നമ്മൾ 2 ഡിഗ്രി പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ അണ്ടറിൽ 2 ഡിഗ്രി പ്രോഗ്രാംസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് സർവീസസ്, അതുപോലെ തന്നെ ബാച്ചിലർ ഇൻ റിന്യൂവബിൾ എനർജി ടെക്നോളജി എന്നിങ്ങനെ 2 കോഴ്സുകളാണുള്ളത്. ഇപ്പോൾ ഈ 2 കോഴ്സുകളിലേക്കുള്ള ഒരു അഡ്മിഷൻ പ്രൊസീജിയറിലാണുള്ളത്. ടിസിൻ്റെ ഡിഗ്രിയാണ്, 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമാണ്. പിന്നെ ഇതിപ്പോൾ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് ആളുകളുണ്ട്, കാണുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന മഅദിൻ അക്കാദമിയുടെ കീഴിലുള്ള സൈടെക് എന്ന് പറയുന്ന ഒരു പിന്നെ ബൂത്തിലാണ്. എന്തൊക്കെയാണ് മോനെ ഇവിടുത്തെ വിശേഷങ്ങൾ? 2 ക്യാമ്പസാണുള്ളത്. ഒന്ന് തന്നെ സൈടെക്കും മാജിക്സും എന്ന് പറഞ്ഞത്. സൈടെക്കിൽ എന്ന് പറഞ്ഞത് +1 +2 ഒപ്പം എൻട്രൻസ്, നീറ്റ്, JEE, CUT, കീം എല്ലാം എൻട്രൻസ് കോച്ചിങ്ങും ഇതിലുണ്ടാവും. പിന്നെ ഇതിലെന്ന് പറഞ്ഞത് മാജിക്സിൽ +1 +2 ഒപ്പം സിവിൽ സർവീസ്, പോലീസ് ആവാൻ ആ കോച്ചിങ്. പിന്നെ ഇവര് ഫോറിൻ ലാംഗ്വേജ് എന്നൊക്കെ പഠിപ്പിച്ചാണ്. ഇസ്ലാമികപരമായ ക്ലാസ്സുകളും ഫോറിൻ ലാംഗ്വേജും പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ പഠിക്കും. എങ്ങനെ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ സൈടെക്കിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്? സൈടെക്കിൻ്റെ നേതൃത്വം നടക്കുന്നത് അറിയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും രാവിലെ ക്ലാസ്സുകളുണ്ടാവും. ക്ലാസ് നമുക്ക് ഏകദേശം രാവിലെ 9 to 12 വരെ ഒരു ക്ലാസ് ഉണ്ടാവും, ഒരു സെഷൻ. പിന്നെ അതിന് ശേഷം ഒരു ലഞ്ച് ബ്രേക്കിന് ശേഷം അടുത്ത 4 മണി വരെ അടുത്ത സെഷൻ ഉണ്ടാവും. അതിനുശേഷം നമുക്കൊരു എൻട്രൻസ് ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. എക്സ്പീരിയൻസ് ക്ലാസ് കിട്ടിയതിന് ശേഷം ഓരോ ദിവസം മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. മോക്ക് ടെസ്റ്റിൽ നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പരീക്ഷകളൊക്കെ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഭയം മാറ്റാൻ പറ്റും, നമ്മൾ പരീക്ഷ പേടി. അതായത് മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ പൂർണ്ണമായിട്ട് സജ്ജമാക്കിയെടുക്കും. അതെ, നമുക്ക് നല്ല രീതിയിൽ അവിടെ എൻജോയ് ചെയ്ത് പഠിക്കാം. അവിടെ വിശാലമായ ക്യാമ്പസാണ്, അവിടെ പ്രകൃതി രമണീയമായ കോളേജാണ്. ഇപ്പോൾ എംപയർ കോളേജ് ഓഫ് സയൻസിൻ്റെ സ്റ്റാളിലാണ്. ഇവിടെ എന്തൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് BVOCൻ്റെ പാരാമെഡിക്കൽ കോഴ്സസിലൊക്കെയാണ്. ഡയാലിസിസ്, അതുപോലെ തന്നെ കാർഡിയാക്, അനസ്തേഷ്യ കോഴ്സൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ BCA BBA കോഴ്സസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് കൂടെയുള്ള ക്വാളിഫിക്കേഷൻസ് അവർക്ക് കിട്ടും. പോളിടെക്നിക് മേഖലയിൽ നിന്ന് എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് മലബാർ പോളിയുടെ സ്റ്റാളിൽ നിന്ന് അറിയാം. എന്തൊക്കെയാണ് ഈ സ്റ്റാളിൽ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്? നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ കോഴ്സിനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. മലബാർ പോളിടെക്നിക് കോളേജ് ടെക്നിക്കൽ മേഖലയിൽ 5 കോഴ്സുകളാണ് പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ, ആർക്കിടെക്ചർ ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ്. ഇതിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടും അത് നമുക്ക് 2 സാധ്യതയുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്ക് നേരിട്ട് നമുക്ക് എൻട്രി ചെയ്യാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞ ആളുകൾക്കാണ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ +2 സയൻസ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി നമുക്ക് എൻട്രൻസ് നേടാൻ പറ്റും. അത് ആർക്കിടെക്ചർ അല്ലാത്ത മറ്റ് 4 കോഴ്സുകളിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഇതിനകത്തുണ്ട്. നമ്മൾ ഇവിടെ ഡിഗ്രി UG PG ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ BCom BBA അതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല സ്കോപ്പുള്ള ആഡ് ഓൺ കോഴ്സ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. CPA കോളേജ് പുത്തനത്താണിയാണ് വരുന്നത്. പുത്തനത്താണി ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ കോളേജിലേക്ക് വരാൻ. ഗേൾസിന് ബസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജ് തന്നെയാണ്. ഒരുപാട് നമ്മളെ സ്റ്റുഡൻ്റാണിത്. വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ വിപ്ലവങ്ങൾ കൊണ്ടുവന്നൊരു സ്ഥാപനമാണ് മഅദിൻ അക്കാദമി. മഅദിൻ അക്കാദമിയുടെ പോളിടെക്നിക്കിൻ്റെ സ്റ്റാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തൊക്കെ കോഴ്സുകളാണ് ഇപ്പോൾ പോളിടെക്നിക്കിൽ നമ്മൾ കൊടുക്കുന്നത്? സാറേ, നമുക്ക് 6 ബ്രാഞ്ചാണ് വരുന്നത്. ആർക്കിടെക്ചർ, സിവിൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അങ്ങനെ 6 ബ്രാഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് 3 വർഷമാണ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ്. +2 സയൻസ് കഴിഞ്ഞ് വരുന്നവരോ അല്ലെങ്കിൽ
+2 VHSC IT ഇവർക്ക് 2ാം വർഷത്തേക്ക് ആർക്കിടെക്ചർ അല്ലാത്ത എല്ലാ ബ്രാഞ്ചിലേക്കും 2ാം വർഷത്തേക്ക് ലാറ്ററൻറ്റ് വഴി കയറാനുള്ള അവസരം കൂടി ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റാളുകളിലൂടെ നമ്മൾ പോയി. ഇപ്പോൾ നമ്മൾ ജയ് ഭാരതിന്റെ സ്റ്റാളിലാണുള്ളത്, എറണാകുളത്തെ ജയ് ഭാരത്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഉണ്ട്, ബിടെക് ഉണ്ട്, അതേപോലെ MBA ഉണ്ട്. MBA വെരി സ്പെഷ്യലാണ്, ഞങ്ങളുടെ മാത്രമേ ഉള്ളത്. പിന്നെ അതേപോലെ ഞങ്ങൾ ഇതുണ്ട്, ഇസ്ലാമിക് അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാം. അതിൽ AMR, BBA, ഏവിയേഷൻ, ലോജിസ്റ്റിക് എല്ലാം ഉണ്ട്. അപ്പോൾ അതേപോലെ കാര്യം ചെയ്ത് ഞങ്ങൾ ട്രസ്റ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫീസൊക്കെ വളരെ കുറവായിരിക്കും, വളരെ കുറഞ്ഞ ഫീസിലാണ്. അതേപോലെ ഹോസ്റ്റൽ സൗകര്യം, ഭക്ഷണ സൗകര്യം എല്ലാം ഉണ്ട്. അതേപോലെ പെൺകുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ഉടനെ ഞങ്ങൾ കോളേജ് കോമ്പൗണ്ടിലാണ് ഹോസ്റ്റൽ സൗകര്യമുള്ളത്. അതേപോലെ അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. വി വിൽ ബി ഓൾവേസ് പ്രോമിസ് യു ഗിവ് എ ബെറ്റർ ലൈഫ് എവരി വൺ ദേ ആർ കമ്മിങ് ടു അസ്. സോ വി വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇനി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട അൽ-ഇഹ്സാന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ സ്റ്റാളിലാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ സ്പോക്കൺ ഇംഗ്ലീഷ് കണ്ടമാനം കോഴ്സുകളുണ്ട്, നിങ്ങളുടെ കോഴ്സ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അൽ-ഇഹ്സാൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിലേക്കൊക്കെ ട്രെയിനേഴ്സിനെ സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അൽ-ഇഹ്സാൻ ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അതാണ് ഏറ്റവും വലിയൊരു ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. അൽ-ഇഹ്സാനാണ് ആദ്യത്തെ ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ മാത്രമല്ല 15 ദിവസം അവിടെ താമസിച്ച് പഠിക്കുന്ന ക്യാമ്പാണ്. അവിടെ വരുന്ന കുട്ടികളൊക്കെ ഇംഗ്ലീഷ് കൂടുതൽ അറിയുന്നവരായിരിക്കണം എന്നില്ല, പക്ഷെ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അങ്ങനെയുള്ള സെഷനാണ്. ആ രൂപത്തിലുള്ള നല്ല എഫിഷ്യൻ്റായ ട്രെയിനേഴ്സുമാണ് നമ്മുടെ ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. 380-ലധികം ബാച്ചുകൾ ഇപ്പോൾ പിന്നിട്ടിട്ടുണ്ട് അൽ-ഇഹ്സാൻ്റെ ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഇവിടെ തന്നെ അൽ-ഇഹ്സാന്റെ ഇസ്രായുടെ സ്റ്റാൾ കൂടിയുണ്ട്. എന്താണ് ഇവിടുത്തെ വിശേഷം? സർ, നമ്മൾ 8th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇസ്ര ഗ്ലോബൽ സയൻസ് അക്കാഡമി നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ +1 +2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കോഴ്സുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ +2 പഠിക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളൊക്കെ വളരെ നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ CUETയുടെ കോച്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റാളിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എന്താണ് ഇവിടെ, എങ്ങനെയൊക്കെയാണ് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ? നമുക്ക് ഇപ്പോൾ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ BTech, BCom തുടങ്ങിയ എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനാണ് എഡ്യൂക്കേഷനെ ബന്ധപ്പെട്ടുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് ഈ മലബാർ ഏരിയയിൽ എല്ലാ ക്യാമ്പസുകളായിട്ടുണ്ട്. ഇപ്പം നിലവിലൂടെ കുറ്റിപ്പുറം, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ക്യാമ്പസാണ് പുതുതായിട്ട് ഓപ്പൺ ചെയ്തത്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ എൻക്വയറീസും കാര്യങ്ങളും നമ്മളിവിടെ തന്നെ നൽകുന്നുണ്ട്. നീറ്റ്, JEE, കീം ഒക്കെ പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷനുകൾക്ക് കുട്ടികളെ സജ്ജമാക്കുന്ന ക്രിസാലിസ് മെർക്കുറിയുടെ സ്റ്റാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കോഴ്സുകളുടെ ഒക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിലവിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീറ്റ് JEEയുടെ റിപ്പീറ്റേഴ്സ് കോഴ്സാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓഫ്ലൈൻ, ഓൺലൈൻ, അതുപോലെ ഹൈബ്രിഡ് സിസ്റ്റത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. നമ്മുടെ ഒരു സ്ട്രക്ചർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. ഒരു കുട്ടി ഇപ്പോൾ 6 മണിക്കൂർ ഞാൻ പറയുന്നത് ശ്രവിക്കുന്ന ഒരു കുട്ടിക്ക് അതിൽ പ്രത്യേകിച്ച് ഡൗട്ടുകൾ അപ്പം വരാനില്ല. അത് സ്വന്തമായി പ്രാവർത്തികമാകുന്ന സമയത്താണ് ഡൗട്ടുകൾ വരുന്നത്. അപ്പോൾ ആ ഡൗട്ട് വരുന്ന സമയം വൈകുന്നേരം. ആ വൈകുന്നേരങ്ങളിൽ അവർക്കുള്ള അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് ക്രിസാലിസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ ഒരു ഹൈലൈറ്റിൽ നിന്നാണ് എയിംസ് തൊട്ട് ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ മെഡിക്കൽ കോളേജിലോട്ടും കഴിഞ്ഞൊരു 11 വർഷത്തിനിടയിൽ 1000-ഓളം MBBS വിദ്യാർത്ഥികളെയും 3000-ലധികം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെയും ക്രിസാലിസിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇപ്പം ഇന്ന് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഏകദേശം ഒരു നല്ലൊരു ശതമാനം കുട്ടികളുടെ അഡ്മിഷൻ ഇവിടെ വെച്ച് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്രാൻഡ് വാല്യൂ ക്രിസാലിസ് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അതാണ് നമ്മുടെ റിസൾട്ടിൻ്റെ സക്സസ്. ഇപ്പം ഈ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക്, അതുപോലെ നീറ്റ് മേഖല, ഇതൊക്കെ കുട്ടികളുടെ ഒരു തെരഞ്ഞെടുപ്പ് അവർ താല്പര്യപ്പെട്ട് വരുന്നതായിട്ട് തന്നെയാണോ തോന്നിയിട്ട്, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങിയിട്ട് വരുന്നതായിട്ടാണോ തോന്നാറുള്ളത്? നമ്മളെപ്പോഴും നമ്മളൊരു അഡ്മിഷൻ ഡെസ്കിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ താല്പര്യമാണോ പാരൻ്റെ താല്പര്യമാണോ എന്ന്. നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് കുട്ടികൾ താല്പര്യമായി വരട്ടെ. ഒരു കുട്ടിക്ക് എത്രത്തോളം താല്പര്യമുണ്ടോ, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അപ്പോൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ താല്പര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കുട്ടിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഒരു കുട്ടീനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടും റിസൾട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണ ആർക്കും വേണ്ട. കുട്ടിയുടെ ഒരു താല്പര്യം വേണം. കുട്ടിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നല്ല റിസൾട്ട് ആവാൻ പറ്റും. അതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. അവർക്ക് വേണ്ട ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിലും, എക്സാംസ് ആണെന്നുണ്ടെങ്കിലും, മെൻറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും, ഡൗട്ട് ക്ലിയറൻസ് ആണെന്നുണ്ടെങ്കിൽ, മാർക്കിൽ എന്താണ് ദ ബെസ്റ്റ് കിട്ടണേ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മുടെ ഒരു മികവ് മാത്രമല്ല, നമ്മളെടുത്ത് വരുന്ന കുട്ടികളുടെ വർക്ക് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും കൂടെയാണ് എന്ത് ചെയ്യണത്, എപ്പോഴും നല്ലൊരു റിസൾട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതിപ്പോൾ ഈ വർഷം നീറ്റ് ക്യാൻസൽ ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു 700+ എന്നുള്ളൊരു സ്കോർ ഈ വർഷം നമുക്ക് വെക്കാനുണ്ടായിരുന്നേ. ഇൻഷാല്ലാ ഇനി റീനീറ്റ് വരുമ്പോൾ നല്ലൊരു സ്കോർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് എജുവയെ കുറിച്ച് എന്താ അഭിപ്രായം? പരിപാടി നമ്മൾ വന്ന സമയത്ത് നമുക്ക് വളരെ നല്ലൊരു കോർഡിനേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സിറാജുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ആഡുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ നിങ്ങളുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ എജുവേയിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മളൊരു ക്രെഡിബിലിറ്റി ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത്. ആ ഒരു വേദി ഒരുക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല എഫക്റ്റീവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കുട്ടികളാണെന്നുണ്ടെങ്കിലും അത് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ട സമയത്ത് നമ്മളും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. നല്ല പങ്കാളിത്തം ഉണ്ടല്ലോ അല്ലേ കുട്ടികളെ? അതെ, നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു കുട്ടികളുടെ. നമ്മൾ ശരിക്കും ഇത്രയും ഒരു സ്ട്രെങ്ത് ഓഫ് സ്റ്റുഡൻസിനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇത്ര അധികം ഒരു സ്ട്രെങ്ത് കുട്ടികൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇന്നത്തെ ദിവസം വരുന്നുണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. റിസൾട്ട് 1-2 ദിവസം ആയിട്ടുള്ളൂ. +2 റിസൾട്ട് വെയിറ്റിംഗ് ആണ്. നിലവിൽ റിസൾട്ട് വന്നിട്ടില്ല. എന്നിരുന്നാലും നല്ലൊരു എന്താ പറയുക, ക്രൗഡ് നന്നായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഓഡിറ്റോറിയം മൊത്തം ഫില്ല് ചെയ്ത് നിൽക്കുന്ന ഒരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു. കുറെ കുട്ടികൾ ഈ സ്റ്റോളിൽ നിന്ന് അഡ്മിഷൻ എടുത്തോ? അതെ, നമുക്കിപ്പോൾ ഏകദേശം ഒരു 30-ലധികം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൺ സ്പോട്ട് അഡ്മിഷനായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ ഒരു പരിപാടിയുടെ കോർഡിനേഷൻ്റെ മിടുക്കാണ് ശരിക്കും. അതൊരു എജുവേൻ്റെ മിടുക്ക് തന്നെയാണ്. അത്രയും കുട്ടികളെ കൊണ്ടുവരാനും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും നിങ്ങൾ കാണിച്ചൊരു മനസ്സുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികൾ ഇവിടെ അഡ്മിഷൻ ആയിട്ടുള്ളത്. സിറാജ് എജുവേ ശ്രദ്ധേയമാകുന്നത് അതിൻ്റെ ജനപങ്കാളിത്തം കൊണ്ട് തന്നെയാണ്. രാവിലെ മുതൽ നമ്മൾ ആരംഭിച്ചത് മുതൽ തന്നെ രജിസ്ട്രേഷന് വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. പിന്നീട് റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലും നിറഞ്ഞു കവിയുന്ന ജനാവലി. അതിനൊരു കാരണം സിറാജ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നതോടുകൂടി മലബാറിൽ വലിയൊരു സാധ്യത തുറക്കപ്പെടുകയാണ്. നമുക്ക് കരിയർ രംഗത്ത് ഉള്ള എല്ലാ സംശയങ്ങളും തീർക്കാൻ ഉതകുന്ന രീതിയിൽ ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു കരിയർ പ്രോഗ്രാമാണ് സിറാജ് ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ധാരാളം സ്റ്റോളുകളുണ്ട്. ഈ സ്റ്റോളുകളിലൊക്കെ നല്ല തിരക്കാണ്. കുട്ടികളൊക്കെ നമ്മളോട് അഭിപ്രായം പറയുന്നതും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാലോ, ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ ഒരു പ്രധാന ട്രെൻഡാണ് വിദേശങ്ങളിലേക്ക് കോഴ്സുകൾ പഠിക്കാൻ പോകുന്നത്. അത്തരം ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന സ്റ്റഡി അബ്രോഡ് സ്റ്റോളുകളും നമ്മുടെ കൗണ്ടറിലുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്റർമാൻ സ്റ്റഡി അബ്രോഡിൻ്റെ സ്റ്റോളിലാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. എന്തൊക്കെ തരം കോഴ്സുകളാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്തത്? ഏതൊക്കെ രാജ്യങ്ങളിലാണുള്ളത്? നമ്മൾ അൽബേനിയ പ്ലസ് നമ്മൾ 45+ കൺട്രീസ് ചെയ്യുന്നുണ്ട്. UK, ഓസ്ട്രേലിയ, കാനഡ, അതേപോലെ തന്നെ ഷെങ്കൻ കൺട്രീസൊക്കെ ചെയ്യുന്നുണ്ട്. അൽബേനിയ യൂറോപ്യൻ കൺട്രിയാണ്. ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ട് സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രി ആയതുകൊണ്ടാണ് നമ്മളത് റെഫർ ചെയ്യുന്നത്. ബാച്ചിലേഴ്സ് പ്രോഗ്രാംസിൽ തന്നെ എഞ്ചിനീയറിംഗ്, എക്കണോമിക്സ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഡാറ്റാ സയൻസ്, AI, അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെ കോഴ്സുകൾ വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നഴ്സിംഗ് പ്രോഗ്രാംസും അവൈലബിൾ ആണ്. വെറും 3 lakhs അല്ലെങ്കിൽ 2.5 lakhsലൊക്കെയാണ് നമുക്ക് ഫീസ് വരുന്നത്. പിന്നെ പ്ലേസ്മെൻറ്റ് കാര്യത്തിലാണെങ്കിലും അസിസ്റ്റൻസ് വരുന്നുണ്ട്. പാർട്ട് ടൈമിൻ്റെ കാര്യത്തിലും അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കൺട്രിയാണ് അൽബേനിയ. അപ്പോൾ അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് സിറാജ് എജുവേനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഒന്നാമത് സ്റ്റുഡൻസിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്, ഫ്യൂച്ചർ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ചാൻസാണ് സ്റ്റുഡൻസിന് കിട്ടിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭരിക്കുന്ന കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ജെമിനയും ChatGPT ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലേക്ക് വേണ്ട വിവരങ്ങൾ നൽകുന്ന ഒരു സ്റ്റോളിലാണ് നമ്മളുള്ളത്. സ്കിൽ സോൺ മലപ്പുറം. എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ രംഗത്ത് നിങ്ങൾ നൽകുന്നത്? എന്തൊക്കെ കോഴ്സുകളാണല്ലോ? നമ്മൾ AI ഫോർ സ്റ്റുഡൻസ്, AI ഫോർ ടീച്ചേഴ്സ്, നമുക്ക് MTTC കോഴ്സിലും AI ഉപയോഗിച്ചിട്ട് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മക്കൾക്ക് കുറച്ചുകൂടി, അതായത് സ്റ്റുഡൻസിന് നമുക്ക് എങ്ങനെ AI പഠിപ്പിക്കാം. കുറച്ച് കഴിഞ്ഞിട്ടല്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. തുടക്കത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കളെ ഇപ്പോഴേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഉള്ളൊരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈനായിട്ടും നമ്മൾ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ AI വേണ്ടിയാണ്ട് സ്പെഷ്യൽ വകുപ്പ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ AI വലിയ സാധ്യതകൾ പഠന രംഗത്തൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. അതെ, തീർച്ചയായിട്ടും. AI ഇല്ലാതെ ഇനി ഒന്നുമില്ല. നമുക്ക് AI ഇല്ലാതെ ഒരു ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ നമുക്ക് പറ്റാത്തൊരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പഠനം കഴിയുമ്പോൾ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ് ഇനി എന്ത് തിരഞ്ഞെടുക്കണം എന്നത്. അവിടെയാണ് സിറാജ് എജുവേയിലെ ഈ കരിയർ ക്ലിനിക്ക് ശ്രദ്ധേയമാകുന്നത്. ഇപ്പം വെഫി ഈ രംഗത്ത് കരിയർ മേഖലയിൽ ധാരാളം വർഷത്തെ അനുഭവ പാരമ്പര്യമുള്ള വെഫിയുമായി സഹകരിച്ചുകൊണ്ടാണ് സിറാജിൻ്റെ എജുവേ ഇപ്പോൾ മലപ്പുറത്ത് നടക്കുന്നത്. വെഫിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കുട്ടികൾ ഇവിടേക്ക് വരുന്നത്, എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് വെഫിയുടെ പ്രതിനിധികളോട് തന്നെ ചോദിക്കാം. എന്താണ് ഈ കരിയർ കൗൺസിലിംഗ് അല്ലെങ്കിൽ കരിയർ ക്ലിനിക്ക് എന്ന് പറയുന്നത്? നമ്മൾ 2 രീതിയിലാണ് ചെയ്യാറുള്ളത്. ഒന്ന് കരിയർ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞ സെഷൻസ് കാര്യങ്ങളുണ്ടാവുക. അപ്പോൾ കരിയർ ഓറിയൻറ്റേഷനിൽ എല്ലാവർക്കും പറ്റിയ കരിയറുകളെ പറ്റിയായിരിക്കും പറയുന്നുണ്ടാവുക. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വന്നിരിക്കുന്ന ആൾക്ക്, ഞാൻ ഓൾറെഡി കൊമേഴ്സ് പഠിച്ച ആളാണ്, സയൻസിനെ പറ്റി പറയുന്നിടത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതേസമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് അറിയേണ്ട കുറേ കാര്യം, ഇനി സയൻസ് പറഞ്ഞാൽ തന്നെ അതിൽ എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് എനിക്ക് തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതറിയണമെങ്കിൽ എനിക്ക് പേഴ്സണൽ തന്നെ ഒരാളോടൊപ്പം ഇരുന്ന് ഇൻഡിവിജ്വലായി തന്നെ അന്വേഷിച്ചാലാണ് അറിയാൻ പറ്റുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടി ചെയ്തിട്ടാണ് കുട്ടികൾ കരിയർ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് എത്തുന്നത്.
അങ്ങനെ വരുമ്പോൾ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് അവർ ചിലപ്പോൾ സ്വപ്നം കാണുന്ന ഒരു കരിയർ ഉണ്ടാവും. ആ കരിയറും അവരുടെ ആപ്റ്റിറ്റ്യൂഡും തമ്മിൽ മാച്ച് ആവുന്നുണ്ടാവില്ല പലപ്പോഴും. അങ്ങനെ വരുമ്പോൾ അവരോട് അത് സൂചിപ്പിക്കണം. കാരണം കരിയർ കുട്ടികൾ തിരഞ്ഞെടുക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, എവിടെയോ ആരോ കേട്ടതായിരിക്കും, വീട്ടിലെ വാപ്പയമ്മയൊക്കെ ആരുടെയോ കരിയർ കേട്ടിട്ട് അതിനെപ്പറ്റി പറഞ്ഞിരിക്കും. ഇപ്പോൾ ഏറ്റവും നല്ല സ്കോപ്പുള്ള കരിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീലാണ്. കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ റീലുകളിൽ കണ്ട കരിയർ വന്നിട്ട് ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കുട്ടികൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ റീലിൽ ഇപ്പോൾ ഞാൻ കണ്ടു ഇതിനൊന്നും സ്കോപ്പില്ല, ഇതാണ് ഏറ്റവും സ്കോപ്പുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത്. അപ്പോൾ റീലുമായിട്ടുള്ള വ്യത്യാസം പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് ഇൻഡിവിജ്വൽ ആണ്. ചിലപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു പൊതുവായിട്ട് പറയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ജെൻസി ആണല്ലോ അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, അവർ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒരു കരിയർ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? അവർ തിരഞ്ഞെടുക്കുന്ന കരിയറിൽ 2-3 കാര്യങ്ങളാണ് പൊതുവിൽ സ്വാധീനിക്കാറുള്ളത്. ഒന്ന്, ആ കുട്ടികൾക്കൊക്കെ ഇനി അങ്ങോട്ട് എനിക്ക് ആരുടെയും അണ്ടറിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നൊന്നുണ്ട്. അപ്പോൾ അത് ബിസിനസ് വേണമെന്ന് പറയുന്ന കുട്ടികളാണ് കൂടുതൽ വരുന്നത്. ഒന്ന്. രണ്ടാമത് വരുന്നത്, അവർ ഈ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ് മുതലൊക്കെ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് ഓൺലൈനിൽ സ്വന്തമായി പഠിക്കുന്നത് ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തല്ല കൂടുതലും പഠിച്ചിട്ടുള്ളത്. അവിടെ വരുന്നൊരു വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ കുറേ പരസ്യങ്ങൾ കണ്ടിട്ട് അതുമാത്രമാണ്. പിന്നെ ഞാൻ നേരത്തെ റീൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, ആ ഒരു ഏരിയ മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളൂ എന്ന് കരുതിയിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾ. ഇപ്പോൾ 10 കഴിഞ്ഞവരെ എല്ലാവരോടും ചോദിച്ചാലും അവർ ഈ പറഞ്ഞതുപോലെ വലിയ വലിയ കമ്പനികളുടെ യൂട്യൂബ് ചാനലിനെ ആശ്രയിച്ചാണ് പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്ത്. അതിൽ നിന്നുണ്ടാവുന്നൊരു ഇതാണ് കൂടുതലായിട്ട് ഒരു എൻട്രൻസ് പ്രിപ്പറേഷനും മറ്റുമൊക്കെയാണ്. അത് ഒരു 2-3 ഏരിയയിലേക്ക് ചുരുങ്ങി പോവാറുണ്ട് എന്നതാണ് ഒരു വിഷമമുള്ളത്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഭയങ്കര എന്താ തീരുമാനിച്ചോ? കരിയർ ഏതാക്കണമെന്ന് തീരുമാനം ചോദിച്ചോണ്ടിരിക്കണം. എൻ്റെ സിറാജ് എജുവേനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ട്. അതിൻ്റെ അറിയാത്ത കുറേ കാര്യങ്ങൾ കരിയർ ഗെയിംസ് ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടി. അതിൻ്റെ ശേഷമാണ് ഇവിടെ നിന്നുണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇവിടെ നിന്ന് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കരിയർ ക്ലിനിക്കിലേക്ക് പലവിധ ആശങ്കകളുമായിട്ടാണ് കുട്ടികൾ എത്തുന്നത്. എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ന് തന്നെയാണ് പലരുടെയും ആശങ്ക. ഇപ്പോൾ സിറാജ് മാസ്റ്റർ നമ്മളോടൊപ്പം ചേരുകയാണ് വെഫി ക്ലിനിക്കിൽ നിന്ന്. പക്ഷെ എന്താണ് ഇപ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് അവരുടെ ആശങ്കകൾ എന്തൊക്കെയാണ്? നമ്മുടെ കുട്ടികൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ കരിയർ പ്രത്യേകം കണ്ടെത്തുന്നത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുള്ള പുതിയ ട്രെൻഡുകൾക്ക് അനുസരിച്ചാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഭാവി എങ്ങനെയാകും എന്നൊന്നും ആലോചിക്കാതെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റൽ +2 കഴിഞ്ഞ ശേഷമുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പെൺകുട്ടികളാണെങ്കിൽ ടീച്ചിങ്, ഇങ്ങനത്തെ മേഖലകൾ പലപ്പോഴും അവർ കണ്ടെത്തുന്നത്. പക്ഷേ അവരുടെ ലൈഫിലേക്ക് നല്ല കരിയർ തിളങ്ങാൻ പറ്റുന്ന കോഴ്സുകൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നില്ല. ഷോർട്ട് ടേമുകളായ പലതും കണ്ടെത്തിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അവരുടെ കഴിവുകളെ കണ്ടെത്തി നിൻ്റെ ഫീൽഡ് ഇങ്ങനെല്ലാം മേഖലകളിലേക്ക് പോവാം എന്ന് കൃത്യമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് പല സംശയങ്ങൾക്കും അവർക്ക് കൃത്യമായൊരു ധാരണ കിട്ടി ആ മേഖലയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന പല കുട്ടികളെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ധാരണയില്ലാതെ വരുന്ന കുട്ടികളുണ്ടോ? ഒരു ധാരണയില്ലാതെ വരുന്ന ധാരാളം കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് നമ്മൾ അവരുടെ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഓരോ വ്യത്യസ്തമായ ചോദ്യങ്ങളിലൂടെ അവരുടെ ഗോൾ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സും ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഇന്നതൊക്കെ ആവാമല്ലേ എന്ന് അവരപ്പോഴാണ് ആലോചിക്കുന്നത്. അതായത് അവർക്കൊരു പുതിയ മോട്ടിവേഷൻ കിട്ടുകയാണ്. ഇനി എന്നതിലേക്ക് പോകാം എന്നുള്ളൊരു അവർക്കൊരു ബ്രേക്ക് ത്രൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് ഈ സെഷനിൽ വന്ന 2-3 കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞു +2 കഴിഞ്ഞൊരു കുട്ടിയുണ്ട്. ഞാൻ എന്താണ് ആവേണ്ടത് പോലും അറിയാത്ത കുട്ടി. അൽഹംദുലില്ലാഹ് ഇവിടെ വന്ന ശേഷം ആ കുട്ടി +2-ന് ശേഷം എനിക്ക് ഇന്ന ഫീൽഡിലേക്ക് പോകണം എന്ന തീരുമാനം ഇവിടുന്ന് എടുത്ത് പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പ്ലാൻ എയും പ്ലാൻ ബിയും സിയൊക്കെ വരച്ചു കൊടുത്ത ശേഷം ഞാൻ പ്ലാൻ എ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനനുസരിച്ച് പോകാമെന്ന തീരുമാനത്തിൽ പോയ കുട്ടികളുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത് വളരെ സക്സസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പുതിയ കാലത്തെ ജൻസിക്ക് അവരുടെ ഗോൾ സെറ്റ് ചെയ്യുന്നിടത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം കൊടുക്കുക എന്ന് തന്നെയാണ് സിറാജ് എജുവേ ചെയ്യുന്നത്. ആ രംഗത്ത് ധാരാളം വർഷത്തെ പരിചയമുള്ള വെഫിയുടെ സ്റ്റാളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയത്. വിവിധ ഡിഗ്രി കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന ഹൈസർ കോളേജിൻ്റെ സ്റ്റാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണ് നിങ്ങളുടെ കോഴ്സുകൾ, എങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോൾ FAUGP ആയതുകൊണ്ട് നമുക്കുള്ള 5 കോഴ്സുകളാണുള്ളത്. ഒന്ന് BBA, ബികോമിന് നമുക്ക് 2 വരുന്നുണ്ട്, കോപ്പറേഷൻ വരുന്നുണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ BBA ഇംഗ്ലീഷ്, മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ഇംഗ്ലീഷ്, പിന്നെ ഒരു MA കോഴ്സും വരുന്നു, MA MCOM. ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ കൂടുതലായിട്ട് കുട്ടികൾ എത്തുന്നുണ്ടോ, അതോ അവർ ഇപ്പോൾ പോളിയൊക്കെ പോലത്തെ മേഖലയിലേക്കാണോ പോകുന്നത്? അല്ല, ഇപ്പോൾ കുറച്ച് ട്രെൻഡ് മാറിയിട്ടുണ്ട്. ആദ്യം എല്ലാവരും ഷോർട്ട് ടൈം കോഴ്സിലേക്ക് വരുന്നത്, ഇപ്പോൾ എല്ലാവരും PSC കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഡിഗ്രിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഡിഗ്രിയിലേക്കുള്ള പഴയ ഒഴുക്ക് വീണ്ടും തുടങ്ങിയെന്ന് പറയാം. വീണ്ടും തുടങ്ങി. പക്ഷേ നമുക്ക് കഴിഞ്ഞ വർഷം ഒരു ആശങ്ക ഉണ്ടായിരുന്നു FAUGP ആയതുകൊണ്ട്. ഇപ്പോൾ ആളുകൾക്ക് അത് കറക്റ്റ് മനസ്സിലായിട്ടുണ്ട്. കാരണം ഡിഗ്രി കഴിഞ്ഞാൽ ഇനി 2 വർഷം പഠിക്കണം PG, 1 വർഷം പഠിക്കണം PG. അപ്പോൾ പിന്നീട് അതൊക്കെ മനസ്സിലായിട്ടുണ്ട് 1 വർഷം മതി PG.
മറ്റേ ഏജ് പഠിത്തം കൂടി പോകുള്ളൊരു പേടി ഉണ്ടായിരുന്നു. 4 വർഷം ഡിഗ്രി, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 വർഷം PG ആവുന്നുണ്ട്. പക്ഷേ 4 വർഷം ഡിഗ്രി കഴിഞ്ഞാൽ 1 വർഷം PG ചെയ്താൽ മതി. പിന്നെ അവർക്ക് ഇപ്പോൾ മൈനർ മേജറൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു BCom പഠിച്ച ഒരാൾക്ക് ഫസ്റ്റ് സെം കഴിഞ്ഞാൽ വേണമെങ്കിൽ മാറാൻ പറ്റും, മാസ് കമ്മ്യൂണിക്കേഷൻ ചാനൽസിൽ വരാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നുകൊണ്ട് മൈനർ മേജറൊക്കെ വരുന്നതുകൊണ്ട് അവർക്കിപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെൺകുട്ടികൾക്കായി നമ്മൾ സെപ്പറേറ്റ് തന്നെ ഒരു കരിയർ ക്ലിനിക്കാണ് ഒരുക്കിയിരിക്കുന്നത്. കാരണം വലിയ പ്രവാഹമുണ്ട്. അപ്പോൾ അവർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. ആ കരിയർ ക്ലിനിക്കിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടുത്തെ കരിയർ കൗൺസിലർമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കുട്ടികളുടെയൊക്കെ ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ വന്ന് കൗൺസിലിംഗ് ഒക്കെ തേടിയോ? ഇപ്പം അത്യാവശ്യം രാവിലെ മുതൽ നല്ല ആൾക്കാരുണ്ട്, വരുന്നുണ്ട്. എല്ലാവർക്കും പല പല ഡൗട്ട്സുകളാണുള്ളത്. എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ് എല്ലാ സംഭവത്തിനോടും. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഇവിടെ കൂടുതലും വന്നേക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സഹായിക്കും. കുട്ടികൾ പ്രധാനമായിട്ട് ചൂസ് ചെയ്യുന്ന മേഖല, ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അധികമായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു മേഖല ഏതാണെന്നാണ് തോന്നിയിട്ടുള്ളത്? മെജോറിറ്റി ചൂസ് ചെയ്യുന്നത് ഡിസൈനിങ് ചൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് അഗ്രികൾച്ചർ നോക്കുന്നവരുണ്ട്, പിന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡൊക്കെ മിക്കവരും നോക്കുന്നുണ്ട്. അത് പിന്നെ MBBS ഒക്കെ കുറച്ച് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളെല്ലാം ക്ലിയർ ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ എജുവേയുടെ സ്റ്റാളുകളിലൂടെയൊക്കെ ഒന്ന് ഓടി നമ്മൾ യാത്ര ചെയ്ത് വന്നു. നമുക്കറിയാം പ്രധാനപ്പെട്ട കുറേ സ്റ്റാളുകളിൽ ഇനിയുമുണ്ട്, ഞങ്ങൾക്ക് എല്ലാ സ്റ്റാളുകളിലും എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാവരും എജുവേയെക്കുറിച്ച് പറയുന്നത് ഇത് ഗംഭീരമായ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു ജനപങ്കാളിത്തം എജുവേക്ക് കണ്ടു എന്ന് തന്നെയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചും വലിയ ചാരിതാർത്ഥ്യമുണ്ട്. എന്തായാലും ഈ രംഗത്ത് ഇപ്പോൾ നമ്മൾ നാളെ എന്താവണമെന്ന ആശങ്കയോടുകൂടിയാണ് എല്ലാ കുട്ടികളും ഇത്തരം കരിയർ രംഗത്തേക്ക് എത്തുന്നത്. ഇവിടെ എജുവേയിൽ കണ്ട ഒരു ബോർഡിൽ തന്നെ ഉണ്ട്, തിങ്ക് ബെറ്റർ, ലേൺ ബെറ്റർ, ലിവ് ബെറ്റർ. ആദ്യം നമ്മൾ ആലോചിക്കണം നന്നായിട്ട് എന്ത് ചെയ്യണമെന്ന്, പിന്നെ ലേൺ ബെറ്റർ, നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം, അത് കഴിഞ്ഞ് ലൈവ് ബെറ്റർ, നന്നായിട്ട് ജീവിക്കണം. അപ്പോൾ അത് തന്നെയാണ് എജുവേ ആളുകൾക്ക് നൽകുന്നത്. നന്നായിട്ട് ആദ്യം തിങ്ക് ചെയ്യണം, നമ്മുടെ കരിയർ എന്താണ്, അത് സെറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കണം. എൻ്റെ കരിയർ ഏതാണ്, അതിന് ഇവിടെ കരിയറിൻ്റെ ക്ലിനിക്കുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് താല്പര്യമുള്ള കരിയർ ഏതാണ് എന്ന് അവർ നമുക്ക് മനസ്സിലാക്കി തരും. നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ ലേൺ ആണ്, എന്ത് ചെയ്യണം, ഇത് എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം, ഏതൊക്കെ കോഴ്സുകളുണ്ട്, ഇത് നമുക്ക് വ്യക്തമാക്കുന്ന 45ഓളം സ്റ്റാളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റാളുകളിലൂടെ മാത്രമേ നമ്മളിപ്പോൾ പോയിട്ടുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് നല്ലൊരു കോഴ്സൊക്കെ എടുത്ത് നല്ല ജീവിത നിലവാരം ഉയർത്തി നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള നല്ലൊരു ജോലി സമ്പാദിക്കുക, അതാണ് ലൈവ് ബെറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിറാജ് ലൈവിൻ്റെ എജുവേ എന്തായാലും ആദ്യ എപ്പിസോഡിൽ തന്നെ വലിയ സംഭവമായി മാറിയിരിക്കുകയാണ്. ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.